വീഴ്ചകളിൽ തകരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം ഉണ്ടാകും. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധികളാണ്. എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക. തല താഴ്ത്തി നിൽക്കുക, എങ്കിൽ നിങ്ങൾക്ക് നേരെ നിൽക്കാൻ കഴിയും. ശൂന്യമായിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണത കൈവരും. ക്ഷീണിച്ചിരിക്കുക, നിങ്ങൾക്ക് ഉന്മേഷം ലഭിക്കും. ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിന്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം. പ്രതീക്ഷയും വിശ്വാസവുമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസമാധാനം ലഭിക്കും. വെറുപ്പ്, കോപം, സൗഹൃദം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും, ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനം നൊന്ന് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് അറിയുമ്പോഴാണ്. പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ ഒരു പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ. എന്നാൽ സ്ത്രീക്ക് അങ്ങനെയല്ല. അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ സാധിക്കും. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ. എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. സമുദ്രജലത്തിന്റെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല. നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. ഒരു സ്ത്രീ എല്ലായ്പ്പോഴും നിങ്ങളെ നോക്കി ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോടുള്ള സൗഹൃദത്തിന് താല്പര്യമുണ്ട് എന്നാണ്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആഗ്രഹത്തിനെതിരെ പോരാടുന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിന് സാധിക്കുന്നത് യുക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചവരായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖമുടി കാണാൻ കഴിയും. പുഴുക്കൾ ഒരിക്കലും പുറകോട്ട് ഒഴുകുകയില്ല. അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ടു പോവുകയുള്ളൂ. വിശ്വാസമില്ലാതെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നു. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. എതിരാളിയെ വില കുറച്ചു കാണുന്നതിനേക്കാൾ വലിയ അപകടമൊന്നുമില്ല.
ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അത് കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ടചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയും ചെയ്യും. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രമൊരു നാൾ ശത്രുവും ആയേക്കാം. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും അടുപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അതിന് പിന്നീട് ഒരിക്കലും പഴയ അടുപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത്.